ഇവിടുത്തെ തിരക്കൊന്ന് കണ്ടു നോക്കൂ. ഹലോ, ഞാൻ അജിത ജയൻ. അജിത എസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പങ്കെടുത്ത ഓരോ വനിതകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. പറശ്ശാല SNDP യോഗം യൂണിയൻ ഓഫീസർ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത്. ഇന്ന് SNDP യോഗം പാറശാല യൂണിയൻ വനിതാ നേതൃസംഘം 2025 ജനുവരി 24 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പാറശാല യൂണിയൻ ഹാളിൽ വെച്ച്. ഉദ്ഘാടനം ശ്രീമതി ഷീബ ടീച്ചർ. SNDP യോഗം കൗൺസിലർ, വനിതാ സംഘം കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ ജയൻ എസ് ഉരമ്പ്. SNDP യോഗം പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ. മുഖ്യപ്രഭാഷണം ശ്രീമതി ഗീതാ മധു. വനിതാ സംഘം കേന്ദ്ര സമിതി ട്രഷറർ. വനിതാ സംഘത്തിൻ്റെ മീറ്റിംഗാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ കൂടുന്നത്. കൈ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീറ്റിംഗ് തുടങ്ങിയില്ല, ഇനി തന്നെയാണ്. ചായ കുടിക്കാം. അവിടെ ബജ്ജിയുണ്ട്, ആദ്യം അതെടുക്ക്. അത് പോയിരുന്നു. ശാഖയിലുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഭദ്രദീപം തെളിയിക്കുവാനും അവരോട് ഗുരുസ്തുതി ചെല്ലാനുള്ള ഒരു കൂട്ടമാണ് കേരളി ശാഖയിൽ ഭദ്രദീപം തെളിയിക്കാനായി ഇവിടെ SNDP യോഗത്തിൻ്റെ കൗൺസിലറും വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ഷീബ ടീച്ചറെ ക്ഷണിച്ചു കൊടുക്കും. ഫാൻ ഓഫ് ചെയ്തെങ്കിൽ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിജുവിനെ ക്ഷണിക്കും. പാഠശാല യൂണിയന്റെ ഒരു വനിതാ നേതൃ സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പാഠശാല യൂണിയനിൽ ഏകദേശം 20 വർഷത്തോളം രഹിതമായി ഇരുന്ന ഒരു യൂണിയൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോ ഫൈനാൻസിൻ്റെ ഉള്ള വിഷയങ്ങളിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നിലച്ചിരുന്ന സാഹചര്യത്തിൽ SNDP യോഗത്തിൻ്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സർ അവർ ജയൻ എസ് ഊരമ്പ് നമ്മുടെ ജയൻ ചേട്ടനെ പാഠശാല യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് കഴിഞ്ഞ ജനുവരി 26, അതായത് ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു. കഴിഞ്ഞ 2024 ജനുവരി 26 അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഈ പാഠശാല യൂണിയനിൽ നിയമിച്ചിരുന്നു. അന്ന് SNDP യോഗം പാഠശാല യൂണിയൻ്റെ കുറേ കടബാധ്യതകളും മൈക്രോ ഫൈനാൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, യൂണിയനെ എല്ലാ ശാഖകളും നല്ല രീതിയിൽ പ്രവർത്തനമാക്കി കൊണ്ടുവരാനും
ഒക്കെ ആയിട്ട് ഈ ബാധ്യതകൾ തീർക്കാനുമായിട്ട് അദ്ദേഹം ജനറൽ സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി അവர்களுം കൂടെ ചേർന്ന് ഏൽപ്പിച്ച ദൗത്യമാണ്. അതിൽ ഏകദേശം എല്ലാ പറഞ്ഞ ഈ മൈക്രോ ഫൈനാൻസിൻ്റെ ബാധ്യത ഏകദേശം പൂർണ്ണമായിട്ട് ഈ കഴിഞ്ഞ ഈ ഡിസംബർ 31 അകത്ത് തന്നെ, ഒരു വർഷം ആവണതിന് മുമ്പ് തന്നെ അതിനെ ബാങ്കുമായിട്ട് ചർച്ച ചെയ്ത് നിരന്തരം ചർച്ചകളിലൂടെ സെറ്റിൽമെൻറ്റ് നടത്തി 2-3 തവണയായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് ആണ് ഈ കടം എല്ലാം തീർത്തത്. അപ്പോൾ നമ്മൾ പല ശാഖകളിലും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെ പാറശാല 10-13 വർഷത്തിന് ശേഷം വരുന്ന ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് അറിയിച്ചെങ്കിലും പല ശാഖകളിലും നമ്മളടുത്ത് പറഞ്ഞത് മൈക്രോ ഫൈനാൻസിംഗ് എന്ന് പറയുന്ന ഈ സംഭവം ഇത് നമ്മളെ നിന്നൊന്ന് രക്ഷിച്ച്, അതായത് നമ്മൾ പൈസ അടച്ചിട്ടുണ്ട്, യൂണിയനിൽ അടയ്ക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീകളൊക്കെ പങ്കെടുക്കാതെയും ഒരുപാട് ആൾക്കാരുന്നു. ഇതെല്ലാം തീർത്താൽ ഞങ്ങൾ എല്ലാ കാര്യത്തിനും നിങ്ങളോട് സഹകരിച്ച് നിൽക്കുമെന്ന് പല ശാഖകളിലും ഞാൻ ഉൾപ്പെടെ പോയി ജയചേട്ടനോട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, അതായത് എല്ലാ ബാങ്കിൻ്റെ എല്ലാ ബാധ്യതകളും തീർത്തിട്ടാണ് ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ഇരിക്കുന്നത്. അത് തീർത്തതിന് ശേഷമാണ് വനിതാ സംഗമം നടത്തി നല്ല ഒരു വനിതാ യൂണിയൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നോട്ടീസൊക്കെ അയച്ച് എല്ലാ ശാഖകളിലും കൊണ്ടുപോയി 3 മണിക്ക് സമയം കൊടുത്ത് ഏകദേശം 1 മാസത്തിന് ആയി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ഈ അവധി ദിവസമല്ല എന്നാലും എത്തിച്ചേരുന്നതിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ വനിതാ സംഗമത്തിൽ ഇവിടെ വനിതാ സംഗമം ഈ ഒരു വേദിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന SNDP പാറശാല യൂണിയന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അവരുടെ ഒരു സന്തോഷ പാറശാല യൂണിയന്റെ മുൻകാലങ്ങളിൽ വരുന്ന നേതാക്കന്മാർ ഭരിച്ചിട്ട് പോയുള്ള കടബാധ്യത, അത് മാത്രമല്ല പാറശാല യൂണിയന് ഒരു നല്ലൊരു ഓഫീസ് ഉണ്ടാക്കുകയും ഏത് സമയത്തും ഈ ഓഫീസിൽ വന്ന് അതാത് ശാഖകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളെ നിയോഗിക്കുകയും ഇത്രയും നല്ലൊരു കർമ്മപരിപാടി ചെയ്ത ഈ പാറശാല യൂണിയന്റെ അധ്യക്ഷർ ശ്രീ ഊരമ്പ് ജയന് കറ്റിട്ടാമ്പല ശാഖയുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മള് ശാഖകളിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ സ്വീകരണം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മളൊരു അവസരം ഇപ്പോൾ ഇവിടെ ഒരു കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിനിടയിൽ അത് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ സമയം വിളിക്കാം ശാഖകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിലേക്ക് ജയചേട്ടനെ സ്വാഗതം ചെയ്തു. അടുത്തതായി നമുക്കറിയാം SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ആ യോഗത്തിലെ കൗൺസിലർ, വനിതാ അംഗമായ കൗൺസിലർ, അതുപോലെ തന്നെ വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ വൈസ് പ്രസിഡന്റ്, അതിലുപരി നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രഭാഷണം നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. നല്ല രീതിയിലൊക്കെ പ്രഭാഷണം നടത്തുന്നതും ഏറ്റവും ബഹുമാനായ ഷീബ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് പാറശാല യൂണിയന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SNDP യോഗത്തിൻ്റെ വനിതാ സംഘത്തിലെ കേന്ദ്ര സമിതിയുടെ ട്രഷറർ, നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ പരിചയമായിരിക്കും.
കോവള യൂണിയനിലാണ്. കോവള യൂണിയൻ ഓഫീസിൻ്റെ അടുത്താണ്. എല്ലാവർക്കും പരിചയമുള്ളവരായിരിക്കും. ഇപ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വനിതാ സംഘത്തിൽ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഏത് കാര്യം നമ്മൾ നേരത്തെ നമ്മുടെ യൂണിയനിൽ തുഷാർ ഈ പറഞ്ഞതിൻ്റെ ആ പരിപാടിയിലും ഒന്നുണ്ടായിരുന്നു. അതിൽ കേന്ദ്ര സമിതിയുടെ ട്രഷറർ ഗീത മധു അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി ഇന്ന് നമുക്കൊരു ആശംസകൾ അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഷീജ ടീച്ചർ സ്കൂൾ അധ്യാപികയാണ്. ടീച്ചറെ കൊറ്റാമ ശാഖയിലാണ്. ടീച്ചറെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനിയും ഈ SNDP യോഗത്തിൻ്റെ കൗൺസിലറും സ്റ്റേറ്റ് വനിതാ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ഷീബ ടീച്ചർ, ഈ സംസ്ഥാനത്തിൻ്റെ SNDP യോഗത്തിൻ്റെ സംസ്ഥാന ട്രഷറർ ആയ പണക്കാരി എന്ന് ധരിക്കരുത്. ഈ പണമെല്ലാം നിങ്ങളെല്ലാം കളക്ട് ചെയ്ത് സ്വരൂപിക്കുന്ന ആളാണ്. ഗീതാംശങ്ങൾ അർപ്പിക്കാൻ വേണ്ടി വന്ന ഷീജ ടീച്ചർ, അജിത, വെൽക്കം ചെയ്ത ബിനു, ശ്രീദേവ്, ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ ശ്രീനാരായണ ഭക്തർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സന്തോഷവാന്മാരാണോ? നമസ്കാരം. എല്ലാവരും ഉന്മേഷവാന്മാരായി സത്യം കൊള്ളാം. അപ്പോൾ നമ്മുടെ ഈ SNDP യോഗത്തിലെ പാഠശാല യൂണിയനിലെ ഇതുപോലൊരു മീറ്റിംഗ് നടന്നിട്ട് ഏതാണ്ട് 15 വർഷമായി. 15 വർഷത്തോളമായി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. 10 വർഷം കൊണ്ട് ഇത് അനങ്ങാത്ത ഒരു യൂണിയനായിട്ട് മാറിയിട്ടുള്ള ഒരു യൂണിയനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പാഠശാലയുടെ മുഖച്ഛായ മാറ്റണം. പാഠശാല SNDP യോഗം യൂണിയൻ ഓഫീസിനെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ എന്നെ വിളിച്ച് ഏൽപ്പിച്ച കഥ ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടവരുണ്ടോ? ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വാട്സപ്പിൽ ഇട്ടിരുന്നു. അങ്ങനെ ഒരു ദൈവിക ശക്തി വന്നതുപോലെ എനിക്ക് അദ്ദേഹം ഒരു ചാർജ് തന്നു. കഴിഞ്ഞ ജനുവരി മാസം 26-ആം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ഡേ ഇന്ത്യ സമ്പൂർണ്ണ ജനാധിപത്യ രാഷ്ട്രം ആയതുപോലെ പാഠശാലയിലെ യൂണിയനിൽപ്പെട്ട 29 ശാഖകളുടെയും ശ്രീനാരായണീയ ഭക്തർക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാക്കി മാറ്റി. അടുത്ത 26-ന് 2 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ വന്ന് ഈ ശ്രീമാൻ വെള്ളാപ്പള്ളി നരേശന് വന്നിവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ പാഠശാല നിവാസികളെ സമ്പൂർണ്ണ സന്തോഷവാന്മാരാക്കും, സന്തോഷവതികളാക്കും എന്ന് ഈ മഴ നനഞ്ഞ് വന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന് അന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഇന്നലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ജയൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ആര് വരുന്നുണ്ട്? ഷീബ ടീച്ചറും ഗീതാ മധുവും വരുന്നുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണേ? നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ അത് അന്ന് ഇവിടെ വന്നവരെല്ലാ സ്ത്രീകളും അവരെല്ലാം ഞാൻ മഴയിൽ നനഞ്ഞ് വന്നവർ അവരെല്ലാവരും കണ്ടവരുണ്ട്. എന്റെ സ്നേഹാന്വേഷണം നിങ്ങളെ അറിയിക്കണമെന്നുകൂടെ അദ്ദേഹം നിങ്ങളെ പറയാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തോട് ആരും പറയരുത്. അദ്ദേഹം നിങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ഇനിയും എനിക്കിപ്പോ 88-ാമത്തെ വയസ്സ്, ഇനിയും ഞാൻ പാഠശാല നിങ്ങളെ കാണാൻ വരും എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് സ്വീകരണം തരാൻ വേണ്ടി വന്നു. സത്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സ്വീകരണം എനിക്കല്ല തരാനുള്ളത്. നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പാഠശാല യൂണിയനിൽ. അതെ ഈ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പരിപൂർണ പിന്തുണ നിങ്ങൾക്കും നിങ്ങളുടെ ശാഖയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മൾ തരുമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ
ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ഷീബ ടീച്ചറെ ക്ഷണിച്ചു.